السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تكفروا فإن الله غني عنكم എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തെ സുമർ 7-ാമത്തെ വചനം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന നമുക്ക് നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഇത്. അല്ലാഹു തആല പറയുന്നു, ഇൻ തക്ഫുറു, അവർ അവിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്ദികേട് ചെയ്യുകയാണെങ്കിൽ, അതായത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പകരം വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന മുറ പോലെ ആരാധിക്കാതെ അള്ളാഹു വഴിയുള്ളവർക്ക് നേർച്ച അർപ്പിച്ചുകൊണ്ട് അവർക്ക് വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് രക്ഷാഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു വഴിയുള്ളവരെ അള്ളാഹു സൃഷ്ടികളോട് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു നന്ദികേടാകുന്നു, അത് അവിശ്വാസമാകുന്നു. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ഇൻ തക്ഫുറു, അവർ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവർ നന്ദികേട് ചെയ്യുകയാണെങ്കിൽ ഫൈനല്ലാഹ, നിശ്ചയമായ അള്ളാഹു ഗനിയ്യുൻ, ധന്യനാകുന്നു, അനാശ്രയനാകുന്നു, അൻകും, നിങ്ങളിൽ നിന്നും അനാശ്രയനാകുന്നു. അള്ളാഹുവിന് എന്തല്ല, ആരുടെ സഹായം ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമാണ്. അള്ളാഹു സമ്മതാണ്, സർവാശ്രയനായ യജമാനാണ് അള്ളാഹു താല. നിങ്ങളെല്ലാവരും ലോകത്തിലെ മനുഷ്യന്മാർ മുഴുവനും അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എങ്കിലും അള്ളാഹുവിനെ യാതൊന്നും കുറയില്ല. എല്ലാവരും അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ഒരു ശരിക്കും ഒരു കുറ്റങ്ങളും ചെയ്യാതെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ പതിവ് കൂടുകയോ കുറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നന്ദിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കേണ്ട ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിക്കാതെ അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാതെ അതുകൊണ്ടാണ് അക്കാര്യം എന്നാണ് അള്ളാഹു തആല ചുരുങ്ങിയ നിലയ്ക്ക് നമ്മൾ സൂചിപ്പിക്കുന്നത്. വലാ യർള, അവൻ ഇഷ്ടപ്പെടുകയില്ല ലിഇബാദിഹി, അവൻ്റെ അടിയാന്മാർക്ക് കുഫർ, അവിശ്വാസം അല്ലെങ്കിൽ നന്ദികേട് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. വഇൻ തശ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കും, യർളഹു ലക്കും, തഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയാണ്, യർളഹു, ആ നന്ദി അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, ലക്കും, നിങ്ങൾക്ക് നിങ്ങളെ നന്ദി അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അള്ളാഹു മാത്രം ആരാധിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മാത്രം ആരാധിക്കുകയാണെങ്കിൽ, വിശ്വസിക്കാതെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അത് നന്ദിയാണ്. ആ നന്ദിയാണ് അവൻ ഇഷ്ടപ്പെടുന്നു. വലാ തെസിറു വാസിറത്തും വിസറ ഉഖ്റ, വലാ തെസിറു, കുറ്റം വഹിക്കുകയില്ല, കുറ്റം പേറുക വഹിക്കുകയില്ല. ഒരു വാസിറത്തും കുറ്റം വഹിക്കുന്നവൻ വിസറ ഉഖ്റ, മറ്റൊരുത്തർ കുറ്റം. നമ്മളൊക്കെ തന്നെ കുറ്റം ധാരാളമായി ചെയ്തവരാണ്. അപ്പോൾ മറ്റൊരുത്തർ കുറ്റം നാം ചെയ്യുന്നില്ല, ആരും തന്നെ വഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഏറ്റെടുക്കുന്നു ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അവനാൻ ചെയ്ത കുറ്റം അവനാന്. ഒലാ തെസിറു വാസിറത്തും, ഒലാ തെസിറു കുറ്റം വഹിക്കുന്നവനും, ഒലാ തെസിറു കുറ്റം വഹിക്കുകയില്ല, ഒലാ തെസിറു വാസിറു വിസറ ഉഖ്റ, ഒരു കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരുത്തൻ്റെ കുറ്റം വഹിക്കുകയില്ല. ചേർത്ത് പറയുന്നതായിരിക്കും നന്നാവുക. അവനാൻ ചെയ്ത കുറ്റം അവനാൻ തന്നെ, അതിൽ നിന്ന് രക്ഷ അവനാൻ തന്നെ ആയിരിക്കണം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് രക്ഷപ്പെടേണ്ടത്. ലോകത്ത് ചെന്നതിന് ശേഷം ഞങ്ങളൊക്കെ മറ്റാരെങ്കിലും മഹാന്മാരെ ആളുകളോ മറ്റുള്ള ആളുകളൊന്നും തന്നെ കുറ്റം ഏറ്റെടുക്കുകയില്ല. ഒരു ബോധം നമുക്കുണ്ടാവണം. ഇവിടെ വെച്ച് തന്നെ എന്തായിരിക്കണം, ആ കുറ്റത്തിൽ നിന്നും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പാപം ഇല്ലാത്തവരായിക്കൊണ്ട് മരിച്ചു പോകാനുള്ള കാര്യത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ള നീറ്റുപോക്കുകളൊന്നും, കുറേ നന്മകൾ ചെയ്ത ആൾ എന്ത് ചെയ്യുക, മറ്റൊരു തിന്മകൾ കുറേ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊന്നും പരലോകത്ത് നടക്കുകയില്ല എന്നൊരു ബോധം അള്ളാഹു തആല ഉണ്ടാക്കി തരുന്നു. സുമ്മയിലാ റബ്ബിക്കും മർജിഉക്കും, സുമ്മയിലാ റബ്ബിക്കും, പിന്നീട് നിങ്ങളുടെ രക്ഷാവിങ്കിലേക്കാവുന്നു നിങ്ങളുടെ മടക്കം. ഫനബ്ബിയുക്കും, നിശ്ചയമായും ഫനബ്ബിയുക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വിശദീകരിച്ചു തരും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇന്നഹു, നിശ്ചയമായി അവൻ അലീമുൻ, അറിയുന്നവനാണ്, വിദാത്ത് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് മനസ്സിലുള്ളത് അറിയുന്നവനാകുന്നു അവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട്
ഒരു ചോദ്യോത്തരത്തിന് മറുപടിയായി പറഞ്ഞ ഹദീസ് കൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂമു മിനൽ ലൈലി രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഹത്താ തതഫത്തറ ഖദമഹു ഹത്താ തതഫത്തറ ഖദമഹു അദ്ദേഹത്തിൻ്റെ ഇരു പാദങ്ങളും നീര് പൊട്ടിപ്പൊളരുമാർ, അതായത് നീരാണ് നിന്ന് നിസ്കരിക്കുക കാരണത്താൽ നീര് നിറയുക, കാലിൽ നിന്ന് ചോരി നീര് നിറഞ്ഞ് അത് ചീർത്ത് അത് വേനിക്കുന്നൊരവസ്ഥ, പൊട്ടി വളർന്ന് നീരൊഴിക്കുന്ന രക്തം ഒലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഫഖാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ചോദിച്ചു, ലിമ്മ തസ്നു ഹാദാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്ര ഇടങ്ങാറായി എന്തിനാ നമസ്കരിക്കുന്നതെന്ന്. വഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹു തആല താങ്കളുടെ പാപങ്ങളെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. മാ തഖദ്ദമ മിൻ ദംബിക മാ തഖറ, കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വന്നിട്ട് ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ ചില്ലറ എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നു, അതും അള്ളാഹു തആല പുറത്തു വരും എന്നുള്ള ഉറപ്പ് ഉണ്ടല്ലോ താങ്കൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടങ്ങാറായി എന്തിനാ പിന്നെ ഇങ്ങനെ സുദീർഘമായി ഇത്രയും കാലിലൊക്കെ നീര് വരുന്നമാതിരി അത് പൊളർന്ന് രക്തം വലിക്കുന്ന രൂപത്തിലൂടെ നീര് വലിക്കുന്ന രൂപത്തിലൂടെ ചീർപ്പിക്കുന്ന ഇടങ്ങാറായി എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശുകൂറ, അതാണ് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട്. അഫലാഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ലേ, ഞാൻ അഫലാഹിബു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ, അതായിരിക്കും സൂട്ടബിൾ. അഫലാഹിബു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ, അനക്കൂന, ഞാനാകുവാൻ, അബ്ദുൽ ഷുക്കൂറ, ഒരു നന്ദിയുള്ള അടിമയാകുവാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നന്ദിയുള്ള അടിമ ആകാൻ വേണ്ടിയാവുന്നു ഇങ്ങനെ രാത്രി ഉറക്കം ഒഴിച്ചുകൊണ്ട് സുദീർഘമായി കാലിൽ പ്രയാസം ഉണ്ടാകുന്ന അത്ര നേരം നിന്ന് നമസ്കരിക്കുന്നത്. ഫലമ്മാ കസുറ ലഹ്മുഹു സ്വല്ലാ ജാൽസ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മാംസം, കാലിൽ മാംസം എന്ത് ചെയ്യുന്നു, അത് വർദ്ധിച്ചു, ചീർപ്പ് കൂടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ജാൽസ, ഇരുന്നുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കാമ, അങ്ങനെ അപ്പോൾ എഴുന്നേക്കും, ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുക, എന്നിട്ടും നിർത്തുന്നില്ല. സുദീർഘമായി പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കും. കാല് പ്രയാസം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, വീണ്ടും തുടർന്ന് നിസ്കരിക്കും, തുടർന്ന് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നീട് റുക്കൂ ചെയ്യേണ്ട സമയം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അവിടെ ഇരുന്നോടത്ത് നല്ല റുക്കൂ ചെയ്യൽ ഖാമ, അതാണ് നമുക്ക് അവിടെ പഠനം ഉള്ളത്. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം, നിന്നിട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യണം, പിന്നീട് റുക്കൂ ചെയ്യാം. ഖാമ ഫഖറ സുമ്മറക്ക, എന്ത് ചെയ്തു, എന്നിട്ട് എഴുന്നേക്കും റുക്കൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കുറച്ചുകൂടി പാരായണം ചെയ്യും, എന്നിട്ടോ സുമ്മറക്ക, പിന്നീട് അങ്ങനെ ആയിരിക്കും, പിന്നെയാണ് റുക്കൂ ചെയ്യാൻ. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം. അങ്ങനെ ഈ ഹദീസ് സംബന്ധിച്ച് ഇതേമാതിരി ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട ഒരു സഹാബി തുടർന്ന് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബഖറയാണ് പാരായണം ചെയ്ത് ചുരുക്കി പറയാണ്. പിന്നീട് എന്ത് ചെയ്തു, സഹാബി ഉദ്ദേശിച്ചു അൽബഖറ 100 ആയത്ത് ഓതുകയാണെങ്കിൽ കഴിഞ്ഞാൽ റുക്കൂൽ പോയിരിക്കുന്നു. അങ്ങനെ 100ഉം 200ഉം മുഴുവൻ ഓതി കഴിഞ്ഞിട്ടും റുക്കൂൽ പോകുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നിസാ പാരായണം ചെയ്തു. അതും ഇങ്ങനെ 100 ആയത്തെത്തുമ്പോൾ നിർത്തുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, നിർത്തിയില്ല. വീണ്ടും അത് മുഴുവൻ ഓതി തീർത്തു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആൽ ഇംറാൻ ഓതി. സൂറത്ത് അൽ ബഖറിന് ശേഷം ആൽ ഇംറാൻ ഓതേണ്ടത്, അത് ഓതാതെ നിസാ, അപ്പം അങ്ങനെയൊക്കെ മേലുള്ളതും അടിയുള്ളതൊക്കെ നമുക്ക് ഓതാം എന്നും കൂടി തെളിവ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, സൂറത്ത് ആൽ ഇംറാൻ ഓതി. അപ്പോൾ നോക്കുക, ഒരു റക്കായത്തിലാണ് അൽ ബഖറ ഏകദേശം നമ്മുടെ കോതാണി 2.5 മണിക്കൂർ വേണം. പിന്നെ ആൽ ഇംറാൻ 2 മണിക്കൂർ, 4 മണിക്കൂറായി, 4.5 മണിക്കൂറായി അല്ലേ. പിന്നീട് സൂറത്ത് നിസാ 2 മണിക്കൂറും കൂട്ടിക്കോളി.
അപ്പോൾ ഏകദേശം 6 മണിക്കൂർ ഏകദേശം ഒരു റക്കായത്തിലാണ് നിസ്കരിക്കുന്നത്. നമ്മളൊക്കെ ഓതുന്ന രൂപം നബിസ്വല്ലല്ലാഹു എന്ത് ചെയ്യുന്നിട്ട് ആ നിസ്കാരത്തെ പറ്റി പറയുന്നതാണ്. ആ നിസ്കാരത്തിൽ ഓരോരോ ആയത്തുകൾ എത്തുമ്പോൾ ഓതി തീരുമ്പോൾ ഹൈറിന് ചോദിക്കേണ്ട ആയത്ത് ഓതുമ്പോൾ ഹൈറിന് ചോദിച്ചുകൊണ്ട്, രക്ഷ ചോദിക്കേണ്ട ആയത്തുകൾ എത്തുമ്പോൾ രക്ഷ ചോദിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ഓതിയിരുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം സുദീർഘമായി പാലനം ചെയ്തിരുന്നു അത്രത്തോളം അതിന് അനുവാദമായി കൊണ്ടായിരുന്നു റുക്കുവും സുജൂദും ചെയ്തിരുന്നത്. പെട്ടെന്ന് റുക്കുവും സുജൂദും ചെയ്തിരുന്നില്ല. സുദീർഘമായ റുക്കുവായിരുന്നു, സുദീർഘമായ സുജൂദുമായിരുന്നു, അതിനനുബന്ധിച്ചുള്ള അതായിരുന്നു എന്നൊക്കെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത്രക്കും അങ്ങനെയൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം. എപ്പോഴും അങ്ങനെയല്ല, ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെയും നമസ്കരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമസ്കരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് ഒരു നന്ദിയുള്ള അടിമയാകുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ എത്രത്തോളം നന്ദിയുള്ള അടിമകളാകണം, അതിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊണ്ടത്. അതുകൊണ്ട് സംസ്കാരങ്ങൾ അതേപോലെ തന്നെ നന്ദിയുള്ള അടിമയായി അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കും നമ്മൾ സംബന്ധപ്പെട്ടവർക്കും ഒക്കെ എന്ത് ചെയ്യണം, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഉണ്ടാവണം. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وإليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.